ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ട്രാൻസ്പോസും അതുപോലെ രണ്ട് മെട്രിക്സ് തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷനൊക്കെ ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് മെട്രിക്സ് തമ്മിൽ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പം ആ ഒരു മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ്റെ ബാക്കി ടൈപ്പ് പ്രോബ്ലംസാണ് നമ്മളിനി ഈ ക്ലാസ്സിൽ ചെയ്യുക, ഇനി അടുത്ത ക്ലാസ്സിലൊക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എ ഈക്വൽ ടു മെട്രിക്സ് 1 4 3 -4 0 1 ആൻഡ് ബി ഈക്വൽ ടു മെട്രിക്സ് 1 2 0 5 -1 1 ഫൈൻഡ് എ ബി നോട്ട് ഈക്വൽ ടു ബി എ. നമുക്ക് എ എന്ന് പറഞ്ഞൊരു മെട്രിക്സും അതുപോലെ ബി എന്ന് പറഞ്ഞൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് എന്താ? എ ബി നോട്ട് ഈക്വൽ ടു ബി എ എന്നാണ് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഫസ്റ്റ് എ ബി കണ്ടുപിടിക്കുക, അതിനുശേഷം നമ്മൾ ബി എ കണ്ടുപിടിക്കുക. എന്നിട്ട് ഈ എ ബിയും ബി എയും കൂടി ഈക്വൽ ആണോ എന്ന് നോക്കുക. ഈക്വൽ അല്ലെങ്കിൽ നമുക്ക് ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇത് നോട്ട് ഈക്വൽ ടു ആണെന്ന് പറയാം. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എ ബി നോട്ട് ഈക്വൽ ടു ബി എ എന്നാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് എ ബി, LHS ആയിട്ട് കൺസിഡർ ചെയ്ത് നമ്മൾ ഫസ്റ്റ് എ ബി കണ്ടുപിടിക്കുക, ദെൻ ബി എ കണ്ടുപിടിക്കുക. എന്നിട്ട് ഈ എ ബിക്ക് നമ്മൾ കിട്ടിയ മെട്രിക്സ് നമ്മൾ ഇക്വേഷൻ 1 എന്ന് പറഞ്ഞ് കൊടുക്കുക, അതുപോലെ ബി എ എന്ന് പറഞ്ഞ് കിട്ടിയ മെട്രിക്സിന് ഇക്വേഷൻ 2 എന്ന് പറഞ്ഞ് കൊടുക്കുക. എന്നിട്ട് ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം കൂടി ഈക്വൽ ആണോ എന്ന് നോക്കിയാൽ മതി. രണ്ടും ഈക്വൽ അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇക്വേഷൻ 1 നോട്ട് ഈക്വൽ ടു ഇക്വേഷൻ 2 നമുക്ക് എന്ത് പറയാൻ കഴിയും? എ ബി നോട്ട് ഈക്വൽ ടു ബി എ എന്ന് പറയാൻ കഴിയും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഫസ്റ്റ് എന്ത് കണ്ടുപിടിക്കുക? എ ബി വേണം ഫസ്റ്റ് കണ്ടുപിടിക്കാൻ. അപ്പോൾ നമുക്ക് എ എന്ന് പറഞ്ഞൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്, ബി എന്ന് പറഞ്ഞൊരു മെട്രിക്സും തന്നിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് എ ബി എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അപ്പം നമുക്കറിയാം മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പം നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പം ഫസ്റ്റ് എലമെൻറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക? ഈ ഒരു ഫസ്റ്റ് റോയും ഈ ഒരു കോളവും കൺസിഡർ ചെയ്യുക. ഫസ്റ്റ് റോയും ഈ ഒരു സെക്കൻഡ് മെട്രിക്സിൻ്റെ ഫസ്റ്റ് കോളം കൂടി കൺസിഡർ ചെയ്യുക. ദെൻ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് എലമെൻറ്റ് തമ്മിൽ ഫസ്റ്റ് എലമെൻറ്റ് 1 × 1 എന്ത് വരും? 1 വരും. പ്ലസ് സെക്കൻഡ് എലമെൻറ്റ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 4 × 0 എന്ത് വരും? 0 വരും. ദെൻ തേർഡ് എലമെൻറ്റ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഏതായാലും 3 × -1 എന്ത് വരും? -3 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എലമെൻറ്റ് കിട്ടി. ഇനി ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെൻറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം? ഈ ഒരു ഫസ്റ്റ് റോ കൊണ്ട് തന്നെ നമ്മൾ സെക്കൻഡ് കോളം ചെയ്യുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എപ്പോഴും ചെയ്യുമ്പം തന്നിരിക്കുന്ന ആ ഒരു ഫസ്റ്റത്തെ റോ കൊണ്ട് തന്നിരിക്കുന്ന കോളത്തെ എല്ലാം ചെയ്യുക. അതിനുശേഷം നമ്മൾ സെക്കൻഡ് റോ കൺസിഡർ ചെയ്തിട്ട് ഓരോ കോളത്തെയും ചെയ്യുക. അതിനുശേഷം നമ്മൾ തേർഡ് റോ എടുത്ത് ഓരോ കോളം അങ്ങനെ ചെയ്ത് പോയാൽ മതി. ഇനി നമ്മളിപ്പം ഫസ്റ്റ് റോ സെക്കൻഡ് ഈ ഒരു എലമെൻറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ഈ ഒരു ഫസ്റ്റ് റോ കൊണ്ട് ഈ ഒരു സെക്കൻഡ് കോളത്തെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം കൺസിഡർ ചെയ്തിട്ട് അതിലെ ഓരോ എലമെൻറ്റ് തമ്മിൽ ഫസ്റ്റ് എലമെൻറ്റ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, പ്ലസ് സെക്കൻഡ് എലമെൻറ്റ് മൾട്ടിപ്ലൈ ചെയ്യുക, പ്ലസ് തേർഡ് എലമെൻറ്റ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു സെക്കൻഡ് എലമെൻറ്റ് കിട്ടും. ദെൻ അപ്പോൾ നമുക്ക് ഫസ്റ്റ് റോ കംപ്ലീറ്റ് ആയി, കാരണം ഈ ഒരു ഫസ്റ്റ് റോ കൊണ്ട് നമ്മൾ ഓരോ കോളത്തെയും ചെയ്ത് കഴിഞ്ഞല്ലോ. ഇനി അടുത്ത് നമ്മൾ ഈ ഒരു സെക്കൻഡ് റോ എടുക്കുക. സെക്കൻഡ് റോ കൊണ്ട് ഫസ്റ്റ് കോളം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു എലമെൻറ്റ് കിട്ടും. ദെൻ ഈ ഒരു സെക്കൻഡ് റോ കൊണ്ട് നമ്മൾ ഈ ഒരു സെക്കൻഡ് കോളം ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുത്തെ ഈ ഒരു എലമെൻറ്റ് കിട്ടും. അപ്പോൾ നമുക്ക് അങ്ങനെ മെട്രിക്സ് കിട്ടുന്നത്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഈ ഒരു ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും കിട്ടുമ്പോൾ എന്ത് വരും? 1 × 1 എന്താ? 1 വരും. അതുപോലെ 4 × 0 0 3 × -1 -3 എന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് എലമെൻറ്റ് കിട്ടി. ഇനി ഈ ഒരു ഫസ്റ്റ് റോ കൊണ്ട് നമ്മൾ സെക്കൻഡ് കോളമാണ് ചെയ്യാൻ പോകുന്നത്. എന്ത് വരും? 1 × 2 2 പ്ലസ് 4 × 5 എന്ത് വരും? 20 പ്ലസ് 3 × 1 എന്ത് വരും? 3 എന്ന് പറഞ്ഞ് കിട്ടി. then അതുപോലെ ഇനി നമ്മൾ ഈ ഒരു സെക്കൻഡ് റോ കൺസിഡർ ചെയ്തു, ഫസ്റ്റ് കോളം ചെയ്തു. -4 × 1 എന്ത് വരും? -4 പ്ലസ് 0 × 0 0 1 × -1 എന്ത് വരും? -1 എന്ന് പറഞ്ഞ് കിട്ടി. ദെൻ അടുത്ത ഈ ഒരു സെക്കൻഡ് റോ കൊണ്ട് ഈ ഒരു സെക്കൻഡ് കോളം നമ്മൾ ചെയ്യുകയാണ്. ഫസ്റ്റ് എലമെൻറ്റ് മൾട്ടിപ്ലൈ ചെയ്തു, പ്ലസ് സെക്കൻഡ് എലമെൻറ്റ് മൾട്ടിപ്ലൈ ചെയ്തു, പ്ലസ് തേർഡ് എലമെൻറ്റ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എ ബി എന്ന് പറഞ്ഞൊരു മെട്രിക്സ്. ഇത് നമ്മൾ എലമെൻറ്റ് നമ്മൾ ആഡ് ചെയ്യുകയാണ്. 1 പ്ലസ് 0 -3 എന്ത് വരും? -2 വരും. അതുപോലെ ഇത് ചെയ്യുമ്പോൾ 25 വരും. -4 പ്ലസ് 0 -1 ചെയ്യുമ്പോൾ -5 കിട്ടും. -8 പ്ലസ് 1 എന്ത് വരും? -7 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഫസ്റ്റ് എ ബി എന്ന് പറഞ്ഞൊരു മെട്രിക്സ് കിട്ടി. എ ബി എന്ന് പറഞ്ഞ മെട്രിക്സ് നമുക്ക് എന്ത് കിട്ടി? ഈ ഒരു മെട്രിക്സ് കിട്ടി. നമ്മളതിന് ഇക്വേഷൻ 1 എന്നും പറഞ്ഞ് കൊടുത്തു. ഇനി അടുത്ത് നമുക്ക് ബി എ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം എ ബി കണ്ടുപിടിച്ചു. അപ്പം എ ബി കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. എ ഫസ്റ്റ് എടുക്കുമ്പോൾ നമ്മൾ എ എന്ന് പറഞ്ഞ ആ ഒരു മെട്രിക്സ് തന്നെ എടുക്കണം. ദെൻ സെക്കൻഡ് ബി എന്ന് പറഞ്ഞ മെട്രിക്സ് എടുക്കണം. ബി എ ചെയ്യുമ്പോൾ നമ്മൾ എന്തെടുക്കണം? ഫസ്റ്റ് ബി എന്ന് പറഞ്ഞ ഈ ഒരു മെട്രിക്സ് എടുക്കണം. ദെൻ അതിനുശേഷം നമ്മൾ എ എന്ന് പറഞ്ഞ ഈ ഒരു മെട്രിക്സ് വേണം. അങ്ങനെ വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ നമ്മൾ എ ബി ഇനി അടുത്ത് ബി എ അല്ലേ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. ബി എ മെട്രിക്സ് നമ്മൾ കൺസിഡർ ചെയ്തു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എങ്ങനെയാണ്? ഈ ഒരു ഫസ്റ്റ് റോ കൊണ്ട് ഫസ്റ്റ് കോളം ചെയ്യുമ്പം ഈ ഒരു എലമെൻറ്റ് കിട്ടും. അതുപോലെ ഫസ്റ്റ് റോ കൊണ്ട് ഈ ഒരു കോളം ചെയ്യുമ്പം ഇത് കിട്ടും. പിന്നെ ഈ ഒരു ഫസ്റ്റ് റോ കൊണ്ട് തേർഡ് കോളം ചെയ്യുമ്പം ഇത് കിട്ടും. ദെൻ അടുത്തത് ഈ ഒരു സെക്കൻഡ് റോ കൊണ്ട് ഈ ഒരു ഫസ്റ്റ് കോളം ചെയ്യുമ്പോൾ നമുക്ക്
ഈ ഒരു എലമെൻറ്റ് ഇവിടുത്തെ ഈ സെക്കൻഡ് റോ കൊണ്ട് സെക്കൻഡ് കോളം ചെയ്യുമ്പം ഈ ഒരു എലമെൻറ്റ്, ഈ ഒരു സെക്കൻഡ് റോ കൊണ്ട് ഈ ഒരു തേർഡ് കോളം ചെയ്യുമ്പം ഈ ഒരു എലമെൻറ്റ് കിട്ടും. അടുത്ത് ഈ ഒരു തേർഡ് റോ എടുക്കുക, തേർഡ് റോ കൊണ്ട് ഇതിൽ ഓരോ കോളത്തെയും ചെയ്യുമ്പോൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെ എലമെൻറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ബി എ എന്ന് പറഞ്ഞൊരു മെട്രിക്സ് കിട്ടി. ബി എ എന്തുവാ, നമുക്കൊരു 3x3 ഓർഡറുള്ളൊരു മെട്രിക്സാണ് കിട്ടിയത്. നമുക്ക് എ ബി ഒരു 2x2 ഓർഡർ, 4 എലമെൻ്റ് അല്ലേ നമുക്ക് എ ബി എന്ന് പറഞ്ഞൊരു മെട്രിക്സിലുണ്ടായിരുന്നുള്ളൂ. ബി എ നോക്കിയറിയാം മൊത്തം 9 എലമെൻറ്റ്സ് ഉണ്ട്. അപ്പം 3x3 ഓർഡറാണ് ബി എ കിടക്കുന്നത്. അപ്പം എങ്ങനെ പോലും രണ്ടും ഈക്വൽ ആയിരിക്കില്ലല്ലോ, കാരണം 2x2 ഓർഡറുള്ള ഒരു മെട്രിക്സ് ഈക്വൽ ടു 3x3 ഓർഡറുള്ള ഒരു മെട്രിക്സ് എന്ന് പറയാൻ കഴിയില്ല. കാരണം എലമെൻറ്റ്സ് 2x2 4 ഉള്ളൂ, 3x3 മൊത്തം 9 എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? ഇക്വേഷൻ 1 നോട്ട് ഈക്വൽ ടു ഇക്വേഷൻ 2 ആണെന്ന് പറയാൻ സാധിക്കും. കാരണം ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം ഈക്വൽ അല്ലല്ലോ, കാരണം 2x2 3x3 ആണ് ഓർഡർ കിടക്കുന്നത്. അപ്പം ഇവിടെ 3x3 വരാൻ കാരണം ഇവിടെ 3 കോളം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് മൊത്തം 3 കോളം വരാൻ കാരണം. മുന്നത്തെ എ ബി എന്ന് പറഞ്ഞാൽ അവിടെ 2 കോളമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതുകൊണ്ടാണ് നമുക്കതൊരു 2x2 രീതിയിൽ വന്നത്. ഇവിടെ 3 കോളം ഉണ്ടായിരുന്നുകൊണ്ടാണ് ഇവിടെ 3 കോളം നമുക്ക് വന്നത്. അപ്പം നമുക്ക് എന്ത് പറയാൻ കഴിയും? ഇക്വേഷൻ 1 നോട്ട് ഈക്വൽ ടു ഇക്വേഷൻ 2 എന്ന് പറയാം. എന്ന് വെച്ചാൽ എ ബി നോട്ട് ഈക്വൽ ടു ബി എ ആണെന്ന് പറയാൻ സാധിക്കും. നമ്മൾ വേറൊരു പ്രോബ്ലം നോക്കാം. ഇഫ് എ ബി സി 3 മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട്. എയും ബിയും സി എന്ന് പറഞ്ഞാൽ ഒരു 3 മെട്രിക്സ് 3x3 ഓർഡറിലുള്ള ഒരു 3 മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് എന്താ? ഷോ ദാറ്റ് എ ഇൻറ്റു ബി പ്ലസ് സി ഈക്വൽ ടു എ ബി പ്ലസ് എ സി. അപ്പോൾ പറഞ്ഞാൽ എ ഇൻറ്റു ബി പ്ലസ് സി ഈക്വൽ ടു എ ബി പ്ലസ് എ സി ആണെന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് 3 മെട്രിക്സ് എയും ബിയും സിയും തന്നിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഇക്വേഷനിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് നമ്മൾ എൽ എച്ച് സൈഡ് കൺസിഡർ ചെയ്യുകയാണ്. നമ്മുടെ എൽ എച്ച് സൈഡ് ഏതാണ്? എ ഇൻറ്റു ബി പ്ലസ് സി, ഇതാണ് നമ്മുടെ എൽ എച്ച് സൈഡ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യുകയാണ്. എ ഇൻറ്റു ബി പ്ലസ് സി ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? ഫസ്റ്റ് നമ്മൾ ഈ ബ്രാക്കറ്റിലുള്ള സാധനത്തിനെ സോൾവ് ചെയ്യാം. ബ്രാക്കറ്റിലുള്ള എന്താ? ബി പ്ലസ് സി അല്ലേ ബ്രാക്കറ്റിൽ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബി പ്ലസ് സി ചെയ്യുക. ബി പ്ലസ് സി ചെയ്യുമ്പോൾ നമുക്കൊരു മെട്രിക്സ് കിട്ടും. ആ മെട്രിക്സ് നമ്മൾ എന്ത് ചെയ്യുക? എയുമായിട്ട് മൾട്ടിപ്പിൾ ചെയ്താൽ മതി. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എൽ എച്ച് സൈഡ് കൺസിഡർ ചെയ്തു, എന്നിട്ട് അതിൽ ബി പ്ലസ് സി സോൾവ് ചെയ്യുക. ആ മെട്രിക്സ് നമ്മൾ എ ആയിട്ട് മൾട്ടിപ്പിൾ ചെയ്യുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് എൽ എച്ച് സൈഡ് കിട്ടും. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് എൽ എച്ച് സൈഡ് കൺസിഡർ ചെയ്തു. ഫസ്റ്റ് നമ്മൾ ആ ബ്രാക്കറ്റിലുള്ളത്, കാരണം ബി പ്ലസ് സി എ എന്ന് പറഞ്ഞാൽ 2 ബിക്കും സിക്കും കോമൺ ആയിട്ടുള്ളതല്ലേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബി പ്ലസ് സി ചെയ്യുക, എന്നിട്ട് ആ എലമെൻറ്റിനെ നമ്മൾ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമ്മൾ അങ്ങനെയാണല്ലോ ചെയ്യുക. അപ്പം ഒരു 2 ഇൻറ്റു 3 പ്ലസ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ എന്താ ചെയ്യാം? ഫസ്റ്റ് 2 ഇൻറ്റു 3 പ്ലസ് 1 ചെയ്യുക. 3 പ്ലസ് 1 എന്താ? 4 അല്ലേ. എന്നിട്ടല്ലേ ഈക്വൽ ടു 8 എന്ന് പറഞ്ഞ് ചെയ്യാറ്. അതുപോലെ തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ഇവിടെയുള്ള ബി പ്ലസ് സി ആണ് ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് ബി പ്ലസ് സി ചെയ്യുകയാണ്. 2 മെട്രിക്സ് തമ്മിൽ ആഡ് ചെയ്യാൻ നിങ്ങൾക്കറിയാം, അത് എളുപ്പമാണല്ലോ. കാരണം ഫസ്റ്റ് എലമെൻറ്റ് തമ്മിൽ ആഡ് ചെയ്യുക, അതിന് അടുത്ത സെക്കൻഡ് എലമെൻറ്റ് തമ്മിൽ ആഡ് ചെയ്യുക, തേർഡ് എലമെൻറ്റ് തമ്മിൽ ആഡ് ചെയ്യുക. ഓരോ എലമെൻറ്റ് കിട്ടാൻ വേണ്ടി അങ്ങനെയല്ലേ ചെയ്തിരുന്നത്. അപ്പോൾ ഇവിടെ നോക്കി അറിയാം. നോക്കി ഫസ്റ്റ് എലമെൻറ്റ് 2 + 2 എന്ത് വരും? 4 വരും. -1 + 1 എന്ത് വരും? 0 വരും. 3 + 3 എന്ത് വരും? 6 വരും. അതുപോലെ 1 + -1 എന്ത് വരും? 0 വരും. 2 + 1 എന്ത് വരും? 3 വരും. 1 + -1 എന്ത് വരും? 0 വരും. അങ്ങനെ ഓരോ എലമെൻറ്റ് അതിനനുസരിച്ചുള്ള എലമെൻറ്റ് അനുസരിച്ച് ആഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? മെട്രിക്സ് അങ്ങനെയാണല്ലോ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബി പ്ലസ് സി എന്ന് പറഞ്ഞൊരു മെട്രിക്സ് ഇപ്പോൾ കിട്ടി. നമുക്ക് എന്താ ഇനി ചെയ്യേണ്ടത്? എ ഇൻറ്റു ബി പ്ലസ് സി അല്ലേ നമ്മുടെ ലെഫ്റ്റ് സൈഡ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇതിൻ്റെ കൂടെ നമ്മൾ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം എ ഇൻറ്റു ഈ ഒരു എ എന്ന് പറഞ്ഞ മെട്രിക്സ് ഇതല്ലേ നമ്മുടെ എ എന്ന് പറഞ്ഞ മെട്രിക്സ്. ഈ ഒരു മെട്രിക്സിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു മെട്രിക്സും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എ ഇൻറ്റു ബി പ്ലസ് സി എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. അപ്പം അവിടെ നമ്മൾ എ ഇൻറ്റു ബി പ്ലസ് സി ആണ് ചെയ്യുന്നത്. എ എന്ന് പറഞ്ഞ മെട്രിക്സ് നമുക്കറിയാം, ഇതാണ് നമ്മുടെ എ എന്ന് പറഞ്ഞ മെട്രിക്സ്. ബി പ്ലസ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച മെട്രിക്സ്, ഇതാണ് ഈ ഒരു മെട്രിക്സ്. നമ്മളിത് മൾട്ടിപ്ലൈ ചെയ്യാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ നമ്മുടെ എങ്ങനെയായിരുന്നു? നമ്മൾ ഈ ഒരു ഫസ്റ്റ് റോ എടുത്തു, ഓരോ കോളവും ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു റോ കംപ്ലീറ്റ് ആയി കിട്ടും. ദെൻ നമ്മുടെ ഈ ഒരു സെക്കൻഡ് റോ എടുക്കുക, ഇതിലെ ഓരോ കോളത്തെയും ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു സെക്കൻഡ് റോ കംപ്ലീറ്റ് ആവും. തേർഡ് റോ എടുക്കുക, ഇതിൽ ഓരോ കോളം ചെയ്യുമ്പോൾ നമ്മുടെ തേർഡ് റോയിൽ നമുക്കങ്ങനെ കംപ്ലീറ്റ് ആയി കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എ ഇൻറ്റു ബി പ്ലസ് സി നമുക്ക്, എന്നിട്ട് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ ഒരു മെട്രിക്സ് നമുക്ക് എ ഇൻറ്റു ബി പ്ലസ് സി എന്ന് പറഞ്ഞ് കിട്ടി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എൽ എച്ച് സൈഡാണ് കൺസിഡർ ചെയ്ത്, നമ്മുടെ എൽ എച്ച് സൈഡ് ഇതായിരുന്നു, ഇതല്ലായിരുന്നു. അപ്പം എൽ എച്ച് സൈഡ് ഈ ഒരു മെട്രിക്സ് കിട്ടി, നമ്മളതിനെ ഇക്വേഷൻ 1 എന്ന് പറഞ്ഞ് കൊടുത്തു. ഇനി നമ്മൾ ഇപ്പം എൽ എച്ച് സൈഡ് നമുക്ക് ഈ ഒരു ഫോമിൽ ഒരു 3x3 ഓർഡറുള്ള ഒരു മെട്രിക്സ് ആയിട്ട് കിട്ടി. എലമെൻറ്റ് നോക്കിയറിയാം, 16, 3, 24, 28, -2, 37, 4,
3 - 6 ഈ ഒരു ഫോമിൽ കിട്ടി. ഇനി നമുക്ക് LHS സൈഡ് കിട്ടി. ഇനി നമ്മൾ RHS സൈഡാണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ RHS സൈഡ് എന്തായിരുന്നു? AB + AC. ഇതല്ലേ നമുക്ക് നമ്മുടെ RHS സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. A × ഇതേ ഈക്വൽ ടു ഇതാണെന്നല്ലേ പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ഇത് നമുക്ക് ഓൾറെഡി ഇപ്പോൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ അടുത്തത് AB + AC ആണ് കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഫസ്റ്റ് AB കണ്ടുപിടിക്കുക, അതിന് ശേഷം AC കണ്ടുപിടിക്കുക, എന്നിട്ട് ആ രണ്ട് മെട്രിക്സും കൂടി ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ അടുത്ത് ഫസ്റ്റ് കണ്ടുപിടിക്കാൻ പോകുന്നത് AB ആണ്. നമുക്ക് AB കണ്ടുപിടിക്കാം. എയും ബിയും നമുക്ക് ഓൾറെഡി മെട്രിക്സ് എല്ലാം നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ AB കണ്ടുപിടിക്കുകയാണ്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. നിങ്ങൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നന്നായിട്ട് ചെയ്ത് നോക്കണം, എന്നാലേ ഇത് ഈസി ആയി കിട്ടുകയുള്ളൂ. അപ്പം 3/3 ഓർഡറൊക്കെ ആകുമ്പോൾ കുറച്ച് ടൈം എടുക്കും. അത്ര പെട്ടെന്ന് കിട്ടില്ല, കാരണം ടൈം എടുത്ത് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. സംഭവം എളുപ്പമാണെങ്കിൽ നമുക്ക് ടൈം എടുക്കും ചെയ്ത് വരുമ്പം, കാരണം റോയും കോളോ ഓരോന്നും കൺസിഡർ ചെയ്ത് മൾട്ടിപ്പിൾ ചെയ്ത് വരുമ്പോൾ ടൈം എടുക്കും. അപ്പം നിങ്ങൾ ചെയ്ത് വരുമ്പോൾ അതിന് സ്പീഡായി വന്നോളും. ഫസ്റ്റ് നിങ്ങൾക്കൊരു ഒരു 3/3 ഓർഡറിൽ മെട്രിക്സ് ചെയ്യാൻ വേണ്ടി 10 മിനിറ്റ് എടുക്കുകയാണെങ്കിൽ ഒരു 2-3-4 പ്രോബ്ലം ചെയ്ത് തരും. 5 മിനിറ്റോട് 4 മിനിറ്റോടൊക്കെ ചെയ്ത് വേഗം തീരും. അപ്പം നിങ്ങളത് ചെയ്ത് നോക്കി വരണം. പെട്ടെന്ന് എത്രത്തോളം നമ്മൾ പ്രോബ്ലം ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് സ്പീഡായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം അതുപോലെ ഫസ്റ്റ് റോയും സെക്കൻഡ് കോളവും എടുക്കുക. ഈ ഒരു ഫസ്റ്റ് റോയും തേർഡ് കോളവും എടുക്കുമ്പം നമ്മുടെ കംപ്ലീറ്റ് ആവും. അങ്ങനെ നമ്മൾ ഈ ഒരു റോ കൊണ്ട് ഓരോ കോളത്തെയും ചെയ്യുക. അപ്പം ആ റോ കംപ്ലീറ്റ് ആവും. ദെൻ അടുത്ത റോ എടുക്കുക. ഓരോ കോളം ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത റോയും കംപ്ലീറ്റ് ആവും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? AB എന്ന് പറഞ്ഞൊരു മെട്രിക്സ് എന്ത് കിട്ടി? ഈ ഒരു AB എന്ന് പറഞ്ഞ മെട്രിക്സ് ഈ ഒരു ഫോമിൽ നമുക്ക് കിട്ടി. ഇനി നമുക്ക് AB കിട്ടി. അടുത്ത് കണ്ടുപിടിക്കേണ്ടത് എന്താ? AC എന്ന് പറഞ്ഞ മെട്രിക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം Aയും Bയും കഴിഞ്ഞു. ഇനി A × C ആണ് ചെയ്യേണ്ടത്. അപ്പം A × C എന്ത് വരും? നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ A × C നമുക്ക് 3/3 ഓർഡറിൽ രണ്ട് മെട്രിക്സും കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. ഫസ്റ്റ് റോ കൊണ്ട് നമ്മൾ ആ കോളത്തെയൊക്കെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോമിൽ 3/3 ഓർഡറിൽ ഒരു മെട്രിക്സ് ആയി കിട്ടും. ഇനി അടുത്ത എന്താ? AB + AC അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ABയും AC നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. ഇനി ആ രണ്ട് മെട്രിക്സും കൂടി നമ്മൾ ആഡ് ചെയ്യാണ്. മെട്രിക്സ് അഡീഷൻ നമുക്കറിയാമല്ലോ. ഈ ഒരു എലമെൻറ്റും പ്ലസ് ഈ ഒരു എലമെൻറ്റ് ചെയ്യുമ്പം ഈ ഒരു എലമെൻറ്റ് കിട്ടും. ദെൻ ഈ ഒരു എലമെൻറ്റ് പ്ലസ് ഈ ഒരു എലമെൻറ്റ് ചെയ്യുമ്പം സെക്കൻഡ് എലമെൻറ്റ് കിട്ടും. ഇനി ഇവിടുത്തെ തേർഡ് എലമെൻറ്റ് കിട്ടാൻ വേണ്ടി എന്താ ചെയ്യുക? ഇവിടുത്തെ തേർഡ് എലമെൻറ്റ് തമ്മിൽ ആഡ് ചെയ്യുമ്പം ഈ ഒരു തേർഡ് എലമെൻറ്റ് കിട്ടും. അതുപോലെ ഈ ഒരു എലമെൻറ്റ് കിട്ടാൻ വേണ്ടി അവിടെയുള്ള രണ്ട് എലമെൻറ്റ് തമ്മിൽ ആഡ് ചെയ്യുമ്പം ഈ ഒരു എലമെൻറ്റ്. അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് AB + ACയും കിട്ടി. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്തായിരുന്നു? അപ്പോൾ നമുക്കതിന് AB + LH നമ്മൾ RHS സൈഡാണ് AB + AC. നമ്മളതിനെ ഇക്വേഷൻ 2 എന്നും പറഞ്ഞ് കൊടുത്തു. ഇനി നിങ്ങൾ നോക്കുക, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്തായിരുന്നു? A × B + C = എന്തായിരുന്നു? AB + AC എന്നാണ് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ A × B + ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻ 1. ഈ AB + AC ആണ് നമ്മുടെ ഇക്വേഷൻ 2. അപ്പം ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം കൂടി ഈക്വൽ ആണെന്ന് ചെക്ക് ചെയ്ത് നോക്കി അറിയാം. ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം ഈക്വൽ ആണെന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും രണ്ടും ഈക്വൽ ആണ്. ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? A × B + C = AB + AC ആണെന്ന് പറയാൻ സാധിക്കും. ഇനി ഏതൊരു പ്രോബ്ലം എടുത്താലും ഈ ഇതുപോലെ 3 മെട്രിക്സ് തന്നിട്ട് A, B, C എന്ന് പറഞ്ഞൊരു 3 മെട്രിക്സ് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ഒരു സംഭവം ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. കാരണം ഇതൊരു ഇക്വേഷനാണ്. അപ്പം ഏത് 3 A, B, C എന്ന് പറഞ്ഞ ഏതൊരു 3 മെട്രിക്സ് തന്നാലും ഈ ഒരു സംഭവം ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടും ഈക്വൽ ആയിരിക്കും. എപ്പോഴും അത് ഈക്വൽ ആയിരിക്കും. അപ്പം നിങ്ങൾ ചെയ്തുകൊണ്ട് കിട്ടുന്നത് നോട്ട് ഈക്വൽ ടു ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആൻസർ തെറ്റാണെന്നാണ്. കാരണം ഇതൊരു ഇക്വേഷനാണ്. ഏത് 3 മെട്രിക്സ് എടുത്താലും അതിൽ ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പം നിങ്ങളത് ശ്രദ്ധിക്കുക. എക്സാമിന് എങ്ങാനും ഈ ഒരു ടൈപ്പ് പ്രോബ്ലം ചോദിക്കുമ്പം നിങ്ങൾ ഇങ്ങനെ ടൈപ്പ് തരുമ്പം എപ്പോഴും ഈക്വൽ നിങ്ങൾ ചെയ്ത് നോക്കുക. എപ്പോഴും ഈക്വൽ ആയിട്ട് നമുക്കത് കിട്ടുകയുള്ളൂ. അപ്പം ഈ നോട്ട് ഈക്വൽ ടു ആണ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആൻസർ അത് മിസ്റ്റേക്ക് ആണെന്നാണ്. അപ്പം കാരണം ഇതൊരു ഇക്വേഷൻ ആയതുകൊണ്ടാണ് ഇത്രയും ഉറപ്പായിട്ട് പറയുന്നത്. ഇതൊരു ഇക്വേഷനാണ്. അപ്പം അത് എന്ത് വന്നാലും അത് ഈക്വലേ ആകുകയുള്ളൂ. അത് ശ്രദ്ധിക്കണേ. നമുക്ക് അടുത്തൊരു ടൈപ്പ് പ്രോബ്ലം നോക്കാം. ഇഫ് A = 1, 2, 2, 2, 1, 2, 2, 2, 1. അപ്പം A എന്ന് പറഞ്ഞൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? നമുക്ക് എന്താ കാണിക്കേണ്ടത്? A² - 4A - 5y എന്ത് വരുന്നതാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പം A എന്ന് പറഞ്ഞൊരു മെട്രിക്സ് ആണ് തന്നിട്ടുള്ളത്. അപ്പം അങ്ങനെയെങ്കിൽ A² എന്ത് വരും? A² എന്ന് പറഞ്ഞാൽ എന്താ? A² എന്ന് പറഞ്ഞാൽ A × A ആണല്ലോ. അപ്പം എന്ന് വെച്ചാൽ ഈ ഒരു മെട്രിക്സ് A എന്ന് പറഞ്ഞൊരു മെട്രിക്സിനെ ഇതിനോട് കൂടി തന്നെ ഒന്നും കൂടി ഈ ഒരു മെട്രിക്സ് ഇട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? A × A കിട്ടും. അപ്പം നമുക്ക് A² നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. ഇനി അടുത്തത് പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? 4A ആണ്. അപ്പം ഈ ഒരു മെട്രിക്സിനോട് 4 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താ? 5i ആണ്.
ഐ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ ഐ എന്താ, ഐ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് മെട്രിക്സ് ആണ്. അപ്പോൾ നിങ്ങളത് ഫസ്റ്റ് മെട്രിക്സ് പഠിച്ച സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ പല ടൈപ്പ് ഓഫ് മെട്രിക്സ് നിങ്ങൾ പഠിച്ചിരുന്നു. ഡയഗണൽ മെട്രിക്സ്, അതുപോലെ എന്താ പറയുക ട്രിഗ്നോമി അങ്ങനെ മെട്രിക്സ്, അതുപോലെ സീറോ മെട്രിക്സ്, ഈക്വൽ മെട്രിക്സ്, അങ്ങനെ പല ടൈപ്പ് ഓഫ് മെട്രിക്സ്, അതുപോലെ യൂണിറ്റ് മെട്രിക്സ്, അങ്ങനെ കുറേ മെട്രിക്സ് ഒക്കെ പഠിച്ചിരുന്നു. അപ്പം അതിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ഈ യൂണിറ്റ് മെട്രിക്സ് ആണ് ഡയഗണൽ യൂണിറ്റ് മെട്രിക്സ് എന്നുള്ളത്. യൂണിറ്റ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, അപ്പം ഒരു മെട്രിക്സ് ഒരു 2x2 ഓർഡറിലെ മെട്രിക്സ് ആണെന്ന് എടുക്കുക. അത് യൂണിറ്റ് മെട്രിക്സ് ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം 1 ആയിരിക്കും, ബാക്കി എലമെൻറ്റ്സ് എല്ലാം 0 ആയിരിക്കും. എന്ന് വെച്ചാൽ ഡയഗണൽ എലമെൻറ്റ്സ് ഏതാ, ഇങ്ങനെ വരുന്ന എലമെൻറ്റ്സ് എല്ലാം 1 ആയിരിക്കും, ബാക്കി എലമെൻറ്റ്സ് എല്ലാം 0 ആയിരിക്കുന്നു. ഇപ്പോൾ ഒരു 3x3 മെട്രിക്സ് എടുക്കുകയാണെങ്കിൽ ഒരു യൂണിറ്റ് മെട്രിക്സ് എന്ത് വരും, ഡയഗണൽ എലമെൻറ്റ്സ് ഏതൊക്കെയാണ് വരിക, ഇത് അതുപോലെ ഇങ്ങനെയുള്ള എലമെൻറ്റ്സ് ഒക്കെ 1 ആയിരിക്കും, ബാക്കി വരുന്ന എലമെൻറ്റ്സ് ഒക്കെ ഇവിടെ വരുന്ന എലമെൻറ്റ്സ് ഒക്കെ 0 ആയിരിക്കും. ഇങ്ങനെ വരുന്ന ഒരു മെട്രിക്സ് ആണ് എന്ത്, യൂണിറ്റ് മെട്രിക്സ് എന്ന് പറയുന്നത്. കാരണം ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം എന്തായിരിക്കും, 1 ആയിരിക്കും, ബാക്കി എലമെൻറ്റ്സ് എല്ലാം 0 ആയിരിക്കും. അങ്ങനെയുള്ളൊരു മെട്രിക്സ് ആണ് ഐ അല്ലെങ്കിൽ യൂണിറ്റ് മെട്രിക്സ്. ഇതിനാണ് നമ്മൾ ഐ എന്ന് പറയുന്നത്. ഇപ്പം ഇവിടെ ഒരു 3x3 മെട്രിക്സ് ആയതുകൊണ്ട് ഇവിടെ ഈ ഒരു ഫോമിലായിരിക്കും വരിക, 1 0 0 0 1 0 0 0 1 ഈ ഒരു ഫോമിലായിരിക്കും വരുന്നത്. അപ്പം ഇവിടെ ഒരു 2x2 മെട്രിക്സ് ആണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു 2x2 മെട്രിക്സ് ആണെങ്കിൽ നമ്മുടെ ഐ എന്തേ വരുള്ളൂ. അപ്പം ഇവിടെ ഒരു 2x2 എന്ന് പറഞ്ഞാൽ എന്താ, 4 എലമെൻറ്റ്സ് ഉള്ള ഇങ്ങനെ ഒരു 2x2 മെട്രിക്സ് ആണെങ്കിൽ നമ്മുടെ ഐ എന്തായിരിക്കും, 1 0 0 1 ഇങ്ങനെയായിരിക്കും നമ്മുടെ യൂണിറ്റ് മെട്രിക്സ് എന്ന് പറയുന്നത്. നമുക്കിവിടെ A² നമുക്ക് ഇതിൽ നിന്ന് ചെയ്യാൻ കഴിയും. 4 നമുക്ക് ഈ ഒരു A എന്ന് പറഞ്ഞൊരു മെട്രിക്സിൻ്റെ കൂടെ ഒരു 4 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 5 നമുക്ക് എന്താ, ഐ എന്ന് പറഞ്ഞ മെട്രിക്സ് നമുക്ക് ഓൾറെഡി അറിയാം എന്താ, ഡയഗണൽ എലമെൻറ്റ്സ് 1 വന്നിട്ട് ബാക്കിയെല്ലാം 0 വരുന്നതാണ് എന്താ യൂണിറ്റ് മെട്രിക്സ്, അതാണ് നമ്മുടെ ഐ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യുക, ഈ ഇതിലേക്ക് നമ്മുടെ ഈ ഇക്വേഷനിലേക്ക് നമ്മൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കുന്നത് A² കണ്ടുപിടിക്കുക, ദെൻ 4A കണ്ടുപിടിക്കുക, അതിനുശേഷം നമുക്ക് 5i കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കാൻ പോകുന്നത് A² ആണ്. അപ്പം A² എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, A² എന്ന് പറഞ്ഞാൽ എന്താ, A × A ആണ്. അപ്പം എന്താണെന്ന് നോക്കിയറിയാം, A² A × ഇതും A ആണ്, ഇതും A ആണ്. അപ്പം ഈ A രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഈ A × A ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, A² കിട്ടും. അപ്പോൾ നമ്മൾ A × A ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, അപ്പോൾ നോക്കിയറിയാം എന്താ, A × ഈ ഒരു മെട്രിക്സ് ഈ ഒരു കോളം കൊണ്ട് ഓരോ കോളത്തെയും ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആവും. അങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി. നമുക്ക് എന്ത് കിട്ടും, 9 8 8 8 9 8 8 8 9 ഇങ്ങനൊരു A² എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു മെട്രിക്സ് നമുക്ക് കിട്ടി. ഇനി അടുത്തത്, ഇപ്പോൾ നമുക്ക് ഓൾറെഡി A² കംപ്ലീറ്റ് ആയി. A² എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഒരു മെട്രിക്സ് ആണ് നമ്മുടെ A² കിട്ടി. അടുത്തത് കണ്ടുപിടിക്കേണ്ടത് എന്താ, 4A ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് 4A, നമുക്ക് A എന്ന് പറഞ്ഞ മെട്രിക്സ് ഓൾറെഡി അറിയാം. A എന്ന് പറഞ്ഞ മെട്രിക്സ് എന്താ, ഇതാണ് നമ്മുടെ A എന്ന് പറഞ്ഞ മെട്രിക്സ് എന്താ, A എന്ന് പറഞ്ഞ മെട്രിക്സ് 1 2 2 2 1 2 2 2 1 ഈ ഒരു മെട്രിക്സിൻ്റെ കൂടെ നമ്മൾ 4 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്ന് വെച്ചാൽ ഈ ഒരു 4 × നമ്മുടെ A എന്ന് പറഞ്ഞ മെട്രിക്സ് അതാ 1 2 2 2 1 2 2 2 1 ഇതാണ് നമ്മുടെ A എന്ന് പറഞ്ഞ മെട്രിക്സ്. ഇതിനോട് നമ്മൾ 4 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 4 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു 4 കൊണ്ട് ഇതിലുള്ള ഈ ഒരു മെട്രിക്സിലുള്ള ഓരോ എലമെൻറ്റ്സിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. എന്ന് വെച്ചാൽ ഇവിടെ നോക്കിയറിയാം, ഈ 4 വെച്ച് നമ്മൾ ഫസ്റ്റ് എലമെൻറ്റിനെ മൾട്ടിപ്ലൈ ചെയ്യണം. 4 × 1 4 × 1 എന്താണ്, 4 കിട്ടും. ദെൻ 4 × 2 എന്ത് വരും, 8 വരും. 4 × 2 8. ദെൻ 4 × താഴത്തെ 2 എന്ത് വരും, 8. 4 × 1 എന്ത് വരും, 4. അതുപോലെ 4 × 2 എന്ത് വരും, 8 വരും. ദെൻ 4 × 2 8, 4 × 2 8, 4 × 1 4. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 4A എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും, 4 8 8 8 4 8 8 8 4 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. കാരണം ഈ ഒരു മെട്രിക്സിലെ ഓരോ എലമെൻറ്റ്സിലെയും ഈ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, 4A എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്ക് A² കിട്ടി, 4Aയും കിട്ടി. അടുത്തത് എന്താ, 5i ആണ് കണ്ടുപിടിക്കാനുള്ളത്. നമുക്കറിയാം ഐ എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ നോക്കിയറിയാം ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം 1 വന്നിട്ട് 1 ബാക്കിയെല്ലാം 0 വരുന്ന മെട്രിക്സ് ആണ് നമ്മുടെ എന്താ യൂണിറ്റ് മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിയറിയാം ഇവിടെ യൂണിറ്റ് മെട്രിക്സ് 5 കൊണ്ട് ഇതിലെ ഓരോ എലമെൻറ്റിനെ മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പം ഇവിടെ നമുക്ക് എന്താ, ഈ ഒരു 1 കൊണ്ട് മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ മതി, കാരണം ബാക്കിയെല്ലാം 0 ആണ്. അപ്പോൾ 5 × 0 എന്ന് പറഞ്ഞാൽ എന്താ, 0 വരുള്ളൂ. അപ്പോൾ എന്ത് വരും, ഡയഗണൽ എലമെൻറ്റ്സ് ഒക്കെ 5 വന്നും ബാക്കിയെല്ലാം എന്ത് വരും, 0 വരും. അപ്പോൾ നമുക്കിവിടെ 5iയും കിട്ടി. നമുക്കിനി എന്താ പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്, A² - 4A - 5i എന്താ, അതിൻ്റെ ആൻസർ എന്ത് വരും എന്നല്ല കണ്ടുപിടിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്ത് വരും. A² നമുക്ക് കിട്ടിയായിരുന്നു 9 8 8 8 9 8 8 8 9
അതുപോലെ 4a നമുക്ക് എന്ത് കിട്ടി, ഈ ഒരു എലമെൻറ്റ് മെട്രിക്സ് കിട്ടി. 5a എന്ത് കിട്ടി, അതും കിട്ടി. ഇനി നമ്മൾ മൈനസ് ചെയ്യാണ്, അല്ലെ നമ്മൾ a² മൈനസ് 4a മൈനസ് 5i അല്ലേ, നമ്മൾ മൈനസ് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഒന്നെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ നേരെ മൈനസ് ചെയ്ത് വെക്കാം. എങ്ങനെയാണ് 9 മൈനസ് 4 എന്ത് വരും, 5 വരും. 5 മൈനസ് 5 എന്ത് വരും, 0 വരും. അങ്ങനെ ചെയ്യാം. അതുപോലെ 8 മൈനസ് 8 എന്ത് വരും, 0. 0 മൈനസ് 0 0. അതുപോലെ 8 മൈനസ് 8 0. 0 മൈനസ് 0 0. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്യാം. ഫസ്റ്റ് എന്ത് ചെയ്യുക, ഈ 9 മൈനസ് 4 എന്ത് വരും, 5 വരും. ദെൻ 8 മൈനസ് 8 എന്ത് വരും, 0 വരും. 8 മൈനസ് 8 0 വരും. അങ്ങനെ ഇത് രണ്ട് ഫസ്റ്റ് ഈ ഒരു മെട്രിക്സും കൂടി മൈനസ് ചെയ്തിട്ട് കിട്ടുന്ന മെട്രിക്സ് ആക്കി എഴുതുക. എന്നിട്ട് കിട്ടുന്ന ഈ ഒരു മെട്രിക്സിനെ നമുക്ക് ഈ ഒരു മെട്രിക്സ് ആയിട്ട് മൈനസ് ചെയ്താൽ മതി. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് ഏതാ ഈസി തോന്നുന്നത് അതിനനുസരിച്ച് ചെയ്യാം. നേരെ നേരെ മൈനസ് ചെയ്യുന്നതാണ് എളുപ്പം. കാരണം 9 മൈനസ് 4 5, 5 മൈനസ് 5 0. അങ്ങനെ ചെയ്യുന്നതാണ് എളുപ്പം. അപ്പം ഇനി അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തത്. ഫസ്റ്റ് നമ്മൾ ഈ ഒരു സംഭവം സോൾവ് ചെയ്തു. ഇത് സോൾവ് ചെയ്ത് കിട്ടിയ മെട്രിക്സ് ആണ് ഇതേ ഈ കിടക്കുന്നത്. അതിനുശേഷം നമ്മളിത് ഈ ഒരു മെട്രിക്സ് ആണ് ഇത് ഈ കിടക്കുന്നത്. അപ്പം ഇത് രണ്ടും കൂടി മൈനസ് ചെയ്യുകയാണ്. അപ്പം നിങ്ങളോട് നോക്കിയറിയാം 5 മൈനസ് 5 എന്താ, 5 മൈനസ് 5 എന്ന് പറഞ്ഞാൽ 0 ആണ്. 0 ഇവിടെയും 0 ആണ്, ഇവിടെയും 0 ആണ്. അപ്പം അത് 0 വരും. 0 മൈനസ് 0 0. ഇവിടെയും 0 മൈനസ് 0 0 വരും. 5 മൈനസ് 5 എന്ത് വരും, 0 വരും. 0 മൈനസ് 0 0. 0 മൈനസ് 0 0. 0 മൈനസ് 0 0. 5 മൈനസ് 5 0. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, മൊത്തം 0 ആയിട്ടുള്ള, മൊത്തം എല്ലാ എലമെൻറ്റ്സും 0 ആയിട്ടുള്ളൊരു മെട്രിക്സ്, 0 മെട്രിക്സ് ആണ് കിട്ടുന്നത്. 0 മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 0, ഇതെന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാം, a² മൈനസ് 4a മൈനസ് 5i എന്ന് പറയാം. അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, 0 ആണെന്ന് പറയാം. അപ്പം ഫസ്റ്റ് നമ്മൾ എപ്പോഴും ഇങ്ങനെ ഒരു മെട്രിക്സ് തന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ a² ഓരോന്ന് സെപ്പറേറ്റ് കണ്ടുപിടിക്കുക. അതിനുശേഷം നിങ്ങൾ ആ ഇക്വേഷനിലേക്ക് വാല്യൂസ് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ഈസി ആവുന്ന രീതിയിൽ നിങ്ങളത് അഡീഷൻ അല്ലെങ്കിൽ സബ്സ്ട്രാക്ഷൻ ഒക്കെ ചെയ്താൽ മതി. വേണമെങ്കിൽ ഓരോന്ന് ഫസ്റ്റ് 2 മെട്രിക്സ് എടുത്ത് അതിനെ സോൾവ് ചെയ്തതിന് ശേഷം അടുത്ത മെട്രിക്സ്, അതാണ് നിങ്ങൾക്ക് എളുപ്പമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ല ഒറ്റ വരിക്ക് തന്നെ ചെയ്യാൻ അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ അതങ്ങനെ ചെയ്യാം. എളുപ്പം ഏതാണോ, തെറ്റരുത്, തെറ്റാതെ മൈനസ് കറക്റ്റ് ഇട്ട് പോവുക. എളുപ്പം ഏതാണോ ആ രീതിയിൽ ചെയ്തു പോയാൽ മതി. ഇനി അടുത്ത 2 ഹോംവർക്കാണ്. ഇപ്പോൾ നമ്മൾ ചെയ്തേക്കൂട്ട് തന്നെ ഒരു പ്രോബ്ലമാണ്. എ എന്ന് പറഞ്ഞൊരു മെട്രിക്സ് 2/2 ഓർഡറാണ്. അപ്പം എളുപ്പം നമുക്ക് ചെയ്യാൻ കഴിയും. 2/2 ഓർഡർ, 3/2 അത്രയും ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പം 2/2 ഓർഡറുള്ളൊരു മെട്രിക്സ് ആണ്. ഇവിടെ തന്നിരിക്കുന്നത് a³ മൈനസ് 3a² പ്ലസ് 2a പ്ലസ് i ആണ് തന്നിരിക്കുന്നത്. അപ്പം ഇവിടെ നിങ്ങൾ a³ ആകട്ടോ. അപ്പം a³ വരുമ്പോൾ എന്ത് ചെയ്യണം, a³ എന്ന് പറഞ്ഞാൽ എന്താ, a ഇൻറ്റു a ആണ് a³. അപ്പം നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുക, ഈ a ഇൻറ്റു a ചെയ്യുക. a ഇൻറ്റു a ചെയ്യുമ്പോൾ കിട്ടുന്നൊരു മെട്രിക്സ് ഉണ്ടല്ലോ, ആ മെട്രിക്സിൻ്റെ കൂടെ നിങ്ങൾ അടുത്ത ഒന്നും കൂടി a ചെയ്താൽ മതി. അതാണ്, അങ്ങനെ ചെയ്യുന്നതാണ് എളുപ്പം. ഫസ്റ്റ് നിങ്ങൾ a² ചെയ്യുക, ദെൻ ആ കിട്ടുന്നതിൻ്റെ കൂടെ a ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, a³ കിട്ടും. അങ്ങനെ ചെയ്താൽ മതി. എന്നിട്ട് 3a². കാരണം അത് കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് നമുക്ക് a² നമ്മൾ ചെയ്തല്ലോ, ആ ഒരു മെട്രിക്സിന് നമ്മൾ 3 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 3a² കിട്ടും. ദെൻ 2a, പിന്നെ i എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യൂണിറ്റ് മെട്രിക്സ് ആണ്. അപ്പം ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ ഓൾറെഡി 2/2 മെട്രിക്സ് ആയതുകൊണ്ട് നമ്മുടെ i എന്ത് വരും, 1 0 0 1. ഈ ഒരു ഫോമിലായിരിക്കും നമ്മുടെ i വരുന്നത്. അപ്പം അങ്ങനെ ചെയ്താൽ മതി. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയാൽ, സെക്കൻഡ് ക്വസ്റ്റ്യൻ a b c എന്ന് പറഞ്ഞാൽ 3 മെട്രിക്സ് തന്നിട്ടുണ്ട്. നമുക്ക് എന്താ, വെരിഫൈ a ഇൻറ്റു b പ്ലസ് സി ഈക്വൽ ടു a b പ്ലസ് a. നമ്മൾ തൊട്ട് മുന്നേ സെക്കൻഡ് ലാസ്റ്റ് ചെയ്തൊരു പ്രോബ്ലം ആ ഒരു ടൈപ്പ് തന്നെ. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും എപ്പോഴും. അപ്പോൾ അതൊന്ന് വെരിഫൈ ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് 2 ഹോംവർക്കാണ്, നിങ്ങളത് ചെയ്ത് നോക്കണം. ഇനി നമ്മൾ ഇപ്പം മെട്രിക്സ് അഡീഷനും അതുപോലെ സബ്സ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും അതുപോലെ ട്രാൻസ്ഫേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മുടെ അടുത്ത ഡിറ്റർമിനൻസ് എന്നുള്ള സെക്ഷനാണ്. അപ്പോൾ ചില ക്ലാസ്സിലൊക്കെ ശില്പ മിസ് ഓഫ്ലൈൻ ആയിട്ട് നിങ്ങളുടെ ക്ലാസ്സിൽ വന്ന് ഡിറ്റർമിനൻസ് എടുത്ത് തന്നിട്ടുണ്ട്. ചില ക്ലാസ്സിലൊക്കെ ഡിറ്റർമിനൻസ് ഇപ്പം ഈ സിവിൽ അങ്ങനെയുള്ള ചില ക്ലാസ്സിലൊക്കെ സിവിലിൽ ഇപ്പം സെക്കൻഡ് മോഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുപോലെ ആർക്കിൽ ഏതൊരു ക്ലാസ്സിൽ ലാസ്റ്റ് സെക്ഷൻ്റെ കുറച്ച് പ്രോബ്ലംസേ കിട്ടാനുള്ളൂ, ബാക്കിയെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം ചില ഡിറ്റർമിനൻസ് ഒക്കെ അവർക്ക് ഓൾറെഡി എടുത്ത് കഴിഞ്ഞതാണ്. അപ്പം ഇനി ബാക്കിയുള്ള ക്ലാസ്സിലൊക്കെ ഡിറ്റർമിനൻസ് ചിലതൊക്കെ ഓർഡർ 3 വരെയൊക്കെ എടുത്തിട്ടുണ്ട്, ചില ക്ലാസ്സിലൊന്നും തുടങ്ങിയിട്ടേ ഇല്ല. അപ്പം ശില്പ മിസ്സിൻ്റെ നിങ്ങളോട് ശില്പ മിസ് കുറച്ച് പേജ് വിടാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിറ്റർമിനൻസിൻ്റെ അവിടെ. കാരണം ഓഫ്ലൈൻ ക്ലാസ്സിൽ എടുത്ത പോർഷനായിരുന്നു ഇത് ഡിറ്റർമിനൻസ്. അവിടെ കുറച്ച് സ്പേസ് വിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു സെക്ഷനാണ് നമ്മളിവിടെ എടുക്കുന്നത്.
അപ്പം നിങ്ങൾ ഡിറ്റർമിനൻസ് തുടങ്ങിയിട്ടേ ഇല്ലാത്ത ക്ലാസ്സുകൾ നിങ്ങൾ ഈ സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ ഇപ്പം എടുക്കാൻ പോകുന്ന സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ എഴുതി പൊക്കോളൂ. അല്ല ചില ക്ലാസ്സിൽ കയറി കാണും ഓർഡർ 2 ഓർഡർ 3 ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ള ആ ക്ലാസ്സുകാർ ബാക്കിയായിട്ട് കണ്ടിന്യൂഷനായിട്ട് നിങ്ങൾ നിങ്ങളുടെ പോർഷൻ എവിടം വരെ എടുത്തോ അതിന് ശേഷം വരുന്ന പോർഷൻ അങ്ങനെ എഴുതിപ്പോയാൽ മതി. അപ്പം അല്ലാത്തവർ ഒട്ടും ക്ലാസ്സിൽ കയറിയൊന്നും തുടങ്ങാത്തവർ നിങ്ങൾ സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ എഴുതി പോവുക. നമ്മളടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻസ് ആണ്. ഡിറ്റർമിനൻസ് എന്നുള്ള സെക്ഷൻ മെട്രിക്സ് നമ്മുടെ മൊഡ്യൂളിൻ്റെ പേര് തന്നെ അതാണ്, മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ് ആണ് നമ്മുടെ മൊഡ്യൂൾ. അപ്പോൾ നമ്മുടെ മെട്രിക്സ് പോലെ തന്നെ മെട്രിക്സിൻ്റെ വേറൊരു സംഭവം തന്നെയാണ് ഡിറ്റർമിനൻസ്. നമ്മുടെ ഡിറ്റർമിനൻസിൻ്റെ അപ്ലിക്കേഷനും എന്താ, ലീനിയർ ഇക്വേഷനെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാനൊരു മെത്തേഡാണ് ഡിറ്റർമിനൻസ്. മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഇതുപോലെ തന്നെയാണ് ലീനിയർ ഇക്വേഷനെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ കഴിയുന്ന ഒരു മെത്തേഡാണ് മെട്രിക്സും ഡിറ്റർമിനൻസ് എന്ന് പറഞ്ഞാൽ. ഇത് രണ്ടുമാണ് അതിൻ്റെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, ലീനിയർ ഇക്വേഷനെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കടുത്ത ഡിറ്റർമിനൻസ് ആണ്. ഡിറ്റർമിനൻസ് ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങളോട് മറ്റേ ഫസ്റ്റ് മൊഡ്യൂളിൽ വെക്റ്റർ എടുത്ത സമയത്ത് ഒരു 3x3 ഓർഡറിലുള്ള ഒരു ഡിറ്റർമിനൻ്റ് വാല്യൂ കാണുന്നത് പറഞ്ഞിരുന്നു. എന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് സെക്കൻഡ് മൊഡ്യൂൾ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പം ആ ഒരു സെക്ഷനാണ് ഇവിടെ എടുക്കാൻ പോകുന്നത്. അപ്പം നമ്മളടുത്ത് ഡിറ്റർമിനൻസ് ഓഫ് ഓർഡർ 2. അപ്പം ഓർഡർ 2 ആയിട്ടുള്ള ഒരു ഡിറ്റർമിനൻ്റ് വാല്യൂ ഒക്കെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പം പഠിക്കാൻ പോകുന്നത്. അപ്പം ദ സിംബൽ ഓഫ് നമ്മളെപ്പോഴും ഡിറ്റർമിനൻ്റ് ഡിനോട്ട് ചെയ്യുന്നത്, അപ്പം നമുക്കറിയാം നമ്മൾ മെട്രിക്സ് എങ്ങനെയായിരുന്നു, ഒരു സ്ക്വയർ ബ്രാക്കറ്റിനകത്തായിരുന്നു നമ്മൾ എലമെൻറ്റ്സ് എഴുതിക്കൊണ്ടിരുന്നത് അല്ലേ. ഈ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് 2x2 അല്ലെങ്കിൽ 3x3 1x3 അങ്ങനെ പല ഓർഡറിലുള്ള മെട്രിക്സ് നമ്മളെപ്പോഴും ഈ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ടാണ് നമ്മൾ മെട്രിക്സ് ഡിനോട്ട് ചെയ്യുന്നത്. പക്ഷേ ഡിറ്റർമിനൻസ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഈ 2 വരയ്ക്കകത്ത് എന്ന് വെച്ചാൽ നമ്മൾ മോഡുലസ് ഒക്കെ ഇല്ലേ, ഈ 2 വര നമ്മൾ മോഡുലസ് എന്നൊക്കെ അല്ലേ പറയാം. അപ്പം ഈ ഒരു 2 ലൈനിനകത്ത് എലമെൻറ്റ്സ് ഇങ്ങനെ എഴുതുന്നതന്നെയാണ് അങ്ങനെയാണ് നമ്മൾ ഡിറ്റർമിനൻസിൻ്റെ അതിൻ്റെ സിമ്പിൾ അതാണ്, 2 ലൈനിനകത്താണ് എലമെൻറ്റ്സ് എഴുതുന്നത്. അതാണ് ഡിറ്റർമിനൻ്റ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ നോക്കിയറിയാം ദ സിമ്പിൾ ഡിറ്റർമിനൻറ്റ്, നമ്മളതിന് ഡിറ്റർമിനൻ്റ് എന്നാണ് പറയുക 2 വരേന്. ഡിറ്റർമിനൻറ്റ് ABCD കൺസിസ്റ്റിംഗ് ഓഫ് 4 എലമെൻറ്റ്സ്. ഇപ്പോൾ ഇവിടെ നോക്കിയറിയാം ഡിറ്റർമിനൻ്റ് മൊത്തം 4 എലമെൻറ്റ്സ് ആണ്, ABCD 4 എലമെൻറ്റ് ഉള്ള ഒരു ഡിറ്റർമിനൻ്റാണിത്. വിച്ച് ആർ അറേഞ്ച്ഡ് ഇൻ 2 rows ആൻഡ് 2 columns ഈസ് എ ഡിറ്റർമിനൻ്റ് ഓഫ് ഓർഡർ 3. 4 എലമെൻറ്റ്സ് ഉള്ള ഈ ഒരു ഡിറ്റർമിനൻ്റ് നോക്കിയറിയാം 2 റോയും 2 കോളവും അല്ല ഈ ഒരു ഡിറ്റർമിനൻ്റ് ഉള്ളത്. നോക്കിയറിയാം ഇത് 2 റോയും അതുപോലെ 2 കോളമാണുള്ളത്. അപ്പം ഈ ഒരു ഡിറ്റർമിനൻ്റ് 2 കോളവും 2 റോയും ആണുള്ളത്. അപ്പം അതുകൊണ്ട് നമുക്കിതിനെ അങ്ങനെ ഈ 2 റോയും 2 കോളവും ഉള്ള ഒരു ഡിറ്റർമിനൻ്റ് നമുക്കതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 2 ആണെന്ന് പറയാം. അപ്പം 4 എലമെൻ്റ് ഉള്ള ഒരു ഡിറ്റർമിനൻ്റിൻ്റെ 2 റോയും 2 കോളവും ഉള്ള ഈ ഒരു ഡിറ്റർമിനൻ്റ് അത് ഓർഡർ 2 ആയിട്ടുള്ള ഒരു ഡിറ്റർമിനൻ്റ് ആണ് എന്ന് പറയാൻ കഴിയും. അപ്പം ഇതാണ് ഓർഡർ 2 എന്ന് പറയുന്നത്. അപ്പോൾ 4 എലമെൻറ്റ് 2 റോയും 2 കോളവും ഉള്ള ഒരു ഡിറ്റർമിനൻ്റ് ആണ്. അതിൻ്റെ ഓർഡർ 2 ആയിരിക്കും എപ്പോഴും, കാരണം 2 റോയും 2 കോളവുമാണല്ലോ. നമ്മളിതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അപ്പം നമുക്കറിയാം ഈ ഡിറ്റർമിനൻ്റ് ABCD എന്ന് പറഞ്ഞൊരു ഡിറ്റർമിനൻ്റ് 4 എലമെൻ്റ് ആണുള്ളത്. അതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ കണ്ടുപിടിക്കുന്നത്, ഇപ്പം ABCD എന്ന് പറഞ്ഞ ഡിറ്റർമിനൻ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് ഫസ്റ്റ് നമ്മൾ ഈ A ഇൻറ്റു D മൾട്ടിപ്ലൈ ചെയ്യുക കേട്ടോ. AD എന്ന് പറഞ്ഞാൽ AD മൈനസ് എന്ത് വരും, അടുത്ത് തന്നെ CB ഈ ഇതുപോലെ മൾട്ടിപ്ലൈ ചെയ്യുക. എപ്പോഴും നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ ഡയഗണലായിട്ട് ഇങ്ങനെ ഫസ്റ്റ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക, മൈനസ് ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. എപ്പോഴും ഇത് ചെയ്യുക, എന്നിട്ട് മൈനസ് എന്ത് വേണം ഈ ഒരു എലമെൻറ്റ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഫസ്റ്റ് നമ്മൾ AD മൾട്ടിപ്ലൈ ചെയ്യുക മൈനസ് ദെൻ CB മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് നമ്മുടെ അങ്ങനെ ചെയ്തു വരുന്നതാണ് ആ ഡിറ്റർമിനൻ്റ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പം ഓർഡർ 2 ആയിട്ടുള്ള ഒരു ഡിറ്റർമിനൻ്റ് വാല്യൂ കണ്ടുപിടിക്കുന്നത് എപ്പോഴും ഇങ്ങനെയാണ്. ഫസ്റ്റ് നമ്മൾ ഈ ഫസ്റ്റ് എലമെൻറ്റും ഫോർത്ത് എലമെൻറ്റും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക, മൈനസ് ഈ ഒരു തേർഡ് എലമെൻറ്റും സെക്കൻഡ് എലമെൻറ്റും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെയാണ് ഓർഡർ 2 ആയിട്ടുള്ള ഒരു ഡിറ്റർമിനൻ്റ് വാല്യൂ കണ്ടുപിടിക്കുന്നത്. വേറൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. എന്താ നോക്കിയാൽ 1 2 3 4 എന്ന് പറഞ്ഞ ഒരു ഡിറ്റർമിനൻ്റ്, അതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ എന്ത് വരും നോക്കിയറിയാം. 1 ഇൻറ്റു 4 എന്താണ് 4 ആണ്, മൈനസ് 3 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പം 4 മൈനസ് 6 എന്ത് വരും, -2 എന്ന് പറഞ്ഞ് വരും. അപ്പം ഓർഡർ 2 ആയിട്ടുള്ള ഒരു ഡിറ്റർമിനൻ്റ് വാല്യൂ കണ്ടുപിടിക്കുന്നത് ഫസ്റ്റ് ഇങ്ങനെ ചെയ്യുക, മൈനസ് ദെൻ ഇത്
ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇൻറ്റു രീതിയിൽ നിങ്ങൾ ഓർത്താൽ മതി, ഇൻറ്റു രീതിയിലാണ് ഓർഡർ 2 ആയിട്ടുള്ള ഒരു ഡിറ്റർമിനൻ്റ് വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഇങ്ങനെയാട്ടോ. നിങ്ങൾ ശ്രദ്ധിക്കണം, ഓർഡർ 2 ആയിട്ടുള്ളൊരു കേസാണിത്. ഇങ്ങനെ ഫസ്റ്റ് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി വേറൊരു എക്സാമ്പിളും കൂടി കാണിച്ചു തരാം. ഫൈൻഡ് ദി വാല്യൂ ഓഫ് ഈ ഒരു മെട്രിക്സിൻ്റെ ഈ ഒരു ഡിറ്റർമിനൻ്റ് വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്ത് വരും? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് വരും? 4 × 3 എന്താ 12 മൈനസ് 2 × 1 എന്താ 2 ആണ്, ഈക്വൽ ടു 12 മൈനസ് 2 എന്ത് വരും? 10 എന്ന് പറഞ്ഞ് കിട്ടും. ഇനി അടുത്ത വേറൊരു എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ ഈ ഒരു ഡിറ്റർമിനൻ്റ് -1 -3 4 -2. അപ്പം ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ എന്ത് വരും? -1 × -2 -1 × -2 എന്താ 2 വരും. 2 മൈനസ് 4 × -3 4 × -3 എന്താ -12 വരും. ഈക്വൽ ടു എന്ത് വരും? 2. രണ്ട് മൈനസും കൂടി എന്താകും? പ്ലസ് ആകും 12. അപ്പം 2 + 12 എന്ത് വരും? 14 എന്ന് പറഞ്ഞ് കിട്ടും. ആണ് രണ്ടാമത്തെ ഡിറ്റർമിനൻ്റ് വാല്യൂ എന്ത് വരും? 14 എന്ന് പറഞ്ഞ് കിട്ടും. ഇങ്ങനെയാണ് ഓർഡർ 2 ആയിട്ടുള്ള ഒരു ഡിറ്റർമിനൻ്റ് വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി വേറൊരു പ്രോബ്ലം ചെയ്യാം. സോൾവ് എക്സ് ഇഫ് ഡിറ്റർമിനൻ്റ് എക്സ് 12 3x = 0. ഈ ഒരു ഡിറ്റർമിനൻ്റ് =0 ആയിട്ടുള്ള ഈ ഒരു ഡിറ്റർമിനൻറ്റിൻ്റെ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്കറിയാം, ഓൾറെഡി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഡിറ്റർമിനൻ്റ് പറഞ്ഞാൽ =0 ആണ്, നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പം ഓൾറെഡി ഇത് =0 ആണ്. അപ്പം നമുക്കിതിൽ എക്സിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പം നമുക്കറിയാം നമ്മൾ ഡിറ്റർമിനൻ്റ് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക? ഫസ്റ്റ് x × x എന്ന് പറഞ്ഞാൽ x² ആണ്, മൈനസ് 3 × 12 എന്താ 36. ദെൻ =0 എന്നല്ല പറഞ്ഞപ്പോൾ =0 എന്ന് പറഞ്ഞ് കൊടുക്കാം. നമുക്ക് എന്ത് കിട്ടി? x² - 36 = 0 ആണെന്ന് പറഞ്ഞില്ലേ? ഇനി നമ്മൾ ഈ 36നെ നമ്മൾ ഈക്വൽ ടുവിന് റൈറ്റിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ എന്ത് വരും? x² ഈ ഇവിടെയുള്ള -36 അല്ലേ, ഈ ഒരു -36നെ നമ്മൾ ഈക്വൽ ടുവിന് ഇങ്ങോട്ട് കൊണ്ടുപോയത് x² = 36 എന്ന് പറഞ്ഞ് കിട്ടും. x² = 36 ആണെങ്കിൽ x = എന്ത് വരും? √36 എന്ന് പറഞ്ഞ് കിട്ടും. √36ൻ്റെ വാല്യൂ എന്താ? +or-6 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? x = +or-6 എന്ന് പറഞ്ഞ് കിട്ടി. അപ്പോൾ നമ്മളിതിങ്ങനെ വരാൻ കാരണം എന്താ? നമുക്ക് ഓൾറെഡി ഇത് =0 വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതുപോലെ എഴുതി ഫസ്റ്റ് നമ്മൾ ഡിറ്റർമിനൻ്റ് വാല്യൂ കണ്ടുപിടിച്ചു. എന്നിട്ട് ഇവിടെ 0 ഉള്ളതുകൊണ്ട് നമ്മൾ ഇവിടെയും =0 കൊടുത്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു -36നെ ഈക്വൽ ടുവിന് ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി. ഇവിടുത്തെ -36 ഇങ്ങോട്ട് പോകുമ്പോൾ +36 ആവും. ഇപ്പം x² = 36 ആണെങ്കിൽ x = √36 എന്ന് പറഞ്ഞു. √36 എന്താ? +or-6 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓർഡർ 2 ആയിട്ടുള്ള ഡിറ്റർമിനൻറ്റിൻ്റെ ഒരു ടൈപ്പ് ചെയ്തു. ഇനി വേറൊരെണ്ണം ഓർഡർ 2 ആയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ഫൈൻഡ് എക്സ് ഇഫ് ഡിറ്റർമിനൻറ്റ് 3x 7 2 3 4 2 2 2. അപ്പം ഈ ഒരു ഡിറ്റർമിനൻറ്റ് തന്നിട്ടുണ്ട്. നമുക്കിതിലും എന്താ എക്സിൻ്റെ വാല്യൂ ഫൈൻഡ് എക്സ് എന്നല്ല, എക്സിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ രണ്ട് ഡിറ്റർമിനൻറ്റും വാല്യൂ ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈക്വൽ ടു എന്നല്ല, ഇവിടെ സിമ്പിൾ നോക്കി ഈക്വൽ ടു അല്ലേ. അപ്പം ഈ ഒരു രണ്ട് ഡിറ്റർമിനൻറ്റ് വാല്യൂ ഈക്വൽ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയെങ്കിൽ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യാം? 3x × 3 എന്ത് വരും? 9x മൈനസ് 2 × 14 എന്ത് വരും? 2 × 7 എന്താ 14 ഈക്വൽ ടു, ഇവിടെ ഈക്വൽ ടു അല്ല, അപ്പോൾ ഈക്വൽ ടു ഇനി 4 × 2 എന്താ 8 മൈനസ് 2 × 2 4. നമുക്ക് എന്ത് കിട്ടി? 9x മൈനസ് 14 ഈക്വൽ ടു 8 മൈനസ് 4 എന്താ 4 കിട്ടി. അപ്പം 9x മൈനസ് 14 ഈക്വൽ ടു 4 എന്ന് പറഞ്ഞ് കിട്ടി. നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് എക്സ് അല്ലേ കണ്ടുപിടിക്കാം. അപ്പം 9xൻ്റെ ഈ ഒരു ടേമിനെ ഇവിടെ നിർത്തി ഈ ഒരു -14 നമ്മൾ ഈക്വൽ ടുവിന് ഇപ്പുറത്തേക്ക് കൊണ്ടുപോവാണ്. നമുക്ക് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു 9x നമ്മൾ ഇവിടെ നിർത്തി -14 നമ്മൾ ഈക്വൽ ടുവിന് ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്ത് വരും? ഈ -14 എന്താകും? ഇവിടെ വരുമ്പോൾ +14 ആകും അല്ലേ? ആ -14 ഇങ്ങോട്ട് വരുമ്പോൾ +14 ആകും. അപ്പോൾ നമുക്ക് എന്ത് വരും? 9x ഈക്വൽ ടു എന്ത് വരും? 4 + 14 എന്ത് വരും? 18 എന്ന് പറഞ്ഞ് കിട്ടി. അപ്പം 9x ഈക്വൽ ടു 18 ആണെങ്കിൽ x ഈക്വൽ ടു എന്ത് വരും? 18/9 വരും. 18/9 എന്താ 2. അപ്പം x ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? 2 എന്ന് പറഞ്ഞ് കിട്ടും. കാരണം അവിടെ ഈക്വൽ ടു ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യനിൽ ഇവ രണ്ടും
രണ്ടിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ ഈക്വൽ ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്കിവിടെ ഈക്വൽ ടു ഇട്ട് കൊടുത്തു പോവുക. നമുക്ക് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എക്സിൻ്റെ ടേമിനെയൊക്കെ നമ്മൾ അവിടെ നിർത്തി ബാക്കി എല്ലാത്തിനും നമ്മൾ ഈക്വാലിറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. അതിനുശേഷം നമ്മൾ ഇവിടെ ഇതുപോലെ തന്നെ എക്സിനെ ഇവിടെ നിർത്തി 9 കൂടി ഇങ്ങോട്ട് കൊണ്ടുപോകും. 18/9 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ 2 ആണ്. അപ്പം എക്സ് ഈക്വൽ നമുക്ക് എന്ത് കിട്ടും? 2 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പം ഓർഡർ 2 ആണ്. ഇപ്പോൾ ഡിറ്റർമിനൻറ്റ് നമ്മൾ പുതുതായി പഠിച്ച ഡിറ്റർമിനൻ്റ് ആണ്. ഡിറ്റർമിനൻറ്റിൻ്റെ ഓർഡർ 2 വരെയുള്ള സെക്ഷനാണ് നമ്മൾ പഠിച്ചത്. ഓർഡർ 2 ആയിട്ടുള്ള ഒരു ഡിറ്റർമിനൻറ്റ് വാല്യൂ കണ്ടുപിടിക്കുന്നത് എപ്പോഴും ക്രോസ് ആയിട്ട് ഈ രണ്ട് എലമെൻറ്റ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. മൈനസ് ആണ്, എപ്പോഴും പ്ലസ് അല്ല. ഈ രണ്ട് എലമെൻറ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ ഉടനെ മൈനസ് ആണ്. നമുക്ക് 4 × 2 എന്ത് വരും? 8 വരും. 8 മൈനസ് 2 × 2 എന്ത് വരും? 4 വരും. അപ്പം ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി. ഫസ്റ്റ് ഒന്നാമത്തെ എലമെൻറ്റും നാലാമത്തെ എലമെൻറ്റും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക, മൈനസ് മൂന്നാമത്തെ എലമെൻറ്റും രണ്ടാമത്തെ എലമെൻറ്റും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ഒരു ഓർഡർ 2 ആയിട്ടുള്ള ഒരു ഡിറ്റർമിനൻറ്റ് വാല്യൂ കണ്ടുപിടിക്കുന്നത്. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ ഓർഡർ 3 ആയിട്ടുള്ള ഡിറ്റർമിനൻറ്റ് വാല്യൂ കണ്ടുപിടിക്കുന്നത് പറയാം. കാരണം ഇനി അത് കംപ്ലീറ്റ് പറയാനുള്ള നേരമില്ല. നമുക്കത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ആ ഹോംവർക്ക് നിങ്ങൾ ചെയ്യണം. മെട്രിക്സിൻ്റെ ആ ഒരു ഹോംവർക്ക് ചെയ്ത് നോക്കിയാലേ കിട്ടുകയുള്ളൂ. ആ ടൈപ്പ് പ്രോബ്ലം ഹോംവർക്കും കൂടി ചെയ്തിട്ട് വേണം നോട്ട് അറ്റാച്ച് ചെയ്യാൻ.